29 വർഷം മുമ്പ് ഓട്ടിസം ബാധിതർക്ക് തണലേകി വേരൂന്നിയ അംഹ കരുതലിൻ്റെ പുതിയ ഉയരങ്ങളിലേക്ക്. തക്കാട്ടുശ്ശേരി ചെറുശ്ശേരി പാട്ടിലങ്ങാടി സ്റ്റോപ്പിന് സമീപം അംഹ ന്യൂറോ റിഹാബ് സെൻ്റർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് അംഹ ന്യൂറോ റിഹാബ് സെൻ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2000 ലഭിച്ച ഭൂമിയിൽ 25 വർഷം കൊണ്ടാണ് ഇത്തരമൊരു സെൻ്റർ സ്ഥാപിക്കാനായത്. ഓട്ടിസം ബാധിതർക്ക് ഗുണകരമായ സ്വിമ്മിംഗ് തെറാപ്പിക്കായിട്ടുള്ള നീന്തൽക്കുളം, റെയിൻ ഷവർ എന്നിവ പുതിയ സെൻ്ററിൽ ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദമായ റാമ്പും പാർക്കും പൂർത്തിയാകുന്നു. കൂടാതെ 3 ക്ലാസ് മുറികൾ, തെറാപ്പി യൂണിറ്റ്, വിശാലമായ ഹാൾ എന്നിവയും തൈക്കാട്ടുശ്ശേരിയിലെ അംഹ ന്യൂറോ റിഹാബ് സെൻ്ററിലുണ്ട്. ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളെ സാമൂഹിക ജീവിതത്തിന് പ്രാപ്തരാക്കുക എന്നതാണ് റിഹാബ് സെൻ്ററിൻ്റെ ലക്ഷ്യമെന്ന് പ്രൊഫസർ പി ഭാനുമതി പറഞ്ഞു. ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും വികസനം അത്യാവശ്യം തന്നെയാണ്. ഇത് മാത്രമല്ല, ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പം 50 കുഞ്ഞിൽ ഒരു കുഞ്ഞ് ഓട്ടിസം ബാധിതനായിട്ടാണ് ജനിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. മാത്രമല്ല, നമ്മൾ ഇത് ഇവിടെ തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത്, ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു തെറാപ്പി സെൻ്റർ ഉണ്ട്. ആ തെറാപ്പി സെൻ്ററിൽ തെറാപ്പി കഴിഞ്ഞാലും അവർക്കൊരു സോഷ്യൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നില്ല, സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ ഒരു തിരിച്ചറിവാണ് നമ്മൾ ഒരു 1 ഇയർ നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. ഒരു സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. പ്ലസ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളെ ഒരു സോഷ്യലി ഫിറ്റ് ഹ്യൂമൻ ബീയിങ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ അംഹ ന്യൂറോ റിഹാബ് സെൻ്ററിൽ കുട്ടികളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. സ്കൂളിൻ്റെ പ്രവർത്തന ശൈലി തന്നെയാണ് സെൻ്ററിൽ. 20 കുട്ടികളും അധ്യാപകരും മറ്റ് ജീവനക്കാരുമായി 8 പേരുമാണ് സെൻ്ററിൽ ഉള്ളത്. 1996 കാര്യാട്ടുകരയിൽ അംഹ എന്ന പേരിൽ ഭൗതിക വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്കായുള്ള സ്ഥാപനമായാണ് തുടക്കം. 2000 സമീപവാസിയായ ചെറുശ്ശേരി ശങ്കുണ്ണി വൈദ്യരുടെ മകൾ പ്രഭാവതിയാണ് അംഹയ്ക്കായി 1 ഏക്കർ ഭൂമി സൗജന്യമായി നൽകിയത്. ഇവിടെ പണിതിട്ടുള്ള അംഹ ന്യൂറോ റിഹാബ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.